പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ഡെപ്റ്റ് സിസ്റ്റം ഉപയോഗിച്ച് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഏതൊക്കെ ലെഡ്ജറുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അരുണോദയ ഏജൻസീസ് ഓപ്പൺഡ് എ ബ്രാഞ്ച് ഇൻ ബാംഗ്ലൂർ ഓൺ 1st January 2024. Goods were invoiced at selling price, which was costed plus 25%. ഇവിടെ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റിന്റെ കൂടെ 25% ആഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ഫ്രം ദ ഫോളോയിങ് particulars relating to the year 2024, you are required to prepare different accounts under the stock and debtor system. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിന്റെ കീഴിലുള്ള വ്യത്യസ്ത അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത്. അപ്പൊ അതിൽ തന്നിട്ടുള്ളത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 3 lakh, പിന്നെ സെയിൽസിൽ ക്യാഷ് സെയിൽ 1 lakh, ക്രെഡിറ്റ് 1,40,000, then goods returned by customer 3,000, cash received from customer 80,000, discount allowed 1,000, cash remitted to branch, അതായത് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുത്തത് റെന്റ് 1,500, ബ്രാഞ്ച് സാലറീസ് ആൻഡ് എക്സ്പെൻസ് 1,000, പിന്നെ ഗുഡ്സ് ഡിഫക്റ്റീവ് ഗുഡ്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് 1,000, ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് 12,000, സ്റ്റോക്ക് അറ്റ് എൻഡ്. ഇത്രയാണ് ഇതിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ജസ്റ്റ് നോക്കാം. അപ്പോ നമ്മൾ നേരത്തെ എടുത്തിരുന്നു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ അതിലുള്ള ഐറ്റംസ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഫോർമാറ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിലെന്തില്ല, ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ല. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 3 lakh. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 3 lakh എവിടെയാണ് എഴുതേണ്ടത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആണ് എഴുതേണ്ടത്. ഫോർമാറ്റ് നോക്കിയാൽ മതി. പിന്നെ വരുന്നത് ഇവിടെ എഴുതേണ്ടത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതായത് ആര് റിട്ടേൺ ചെയ്യുന്നത്? കസ്റ്റമർ റിട്ടേൺ ചെയ്യുന്നതാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. എമൗണ്ട് തന്നിട്ടുണ്ട് 3,000 എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് റിട്ടേൺ പറഞ്ഞ് എഴുതുന്നത്. ഇനി നോക്കേണ്ടത് ഇതിലുള്ള മറ്റു ഐറ്റംസ് ആണ്. ഒന്ന് ക്യാഷ് സെയിൽ ഉണ്ട് അല്ലെ? ക്യാഷ് സെയിൽ എത്രയാണ് ഇതിൽ പറയുന്നുള്ളത്? 1 lakh ആണ് ക്യാഷ് സെയിൽ. അപ്പൊ നമ്മളിവിടെ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എത്ര? 1 lakh ആണ് ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ, 1 lakh. പിന്നെ നെക്സ്റ്റ് അടുത്തത് എന്താണ്? അതേപോലെ ക്രെഡിറ്റ് സെയിൽ ഇതിലുണ്ട്. ക്രെഡിറ്റ് സെയിൽ എത്രയാണ്? 1,40,000 ആണ് ക്രെഡിറ്റ് സെയിൽ വരുന്നത്. അപ്പം എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ട് 1,40,000 എഴുതാം. പിന്നെ ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലേ, നേരെ റിട്ടേൺ എവിടെയാണ് എഴുതേണ്ടത്? നേരെ ഓപ്പോസിറ്റ്. ഇവിടെ റിട്ടേൺ പറയുന്നുണ്ട്. എവിടെയാണ് റിട്ടേൺ പറയുന്നുള്ളത്? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് 12 lakh അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യണം? എവിടെയാണ് എഴുതേണ്ടത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 12 lakh. ഓക്കെ, പിന്നെ ഉള്ളത് ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ട്. ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മള് സ്റ്റോക്കിൽ നിന്ന് കുറയുന്നുള്ള ഐറ്റംസ്. അപ്പോൾ ഏത് സൈഡ് എഴുതണം? ഇവിടെ എഴുതണം 1,000. ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് സൈഡിന് എഴുതാം, ക്രെഡിറ്റ് സൈഡിന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാം, ടോട്ടൽ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ഐറ്റം ഉണ്ടാകും. ഇവിടെ സ്റ്റോക്ക് അറ്റ് എൻഡ് ഉണ്ട്. സ്റ്റോക്ക് അറ്റ് എൻഡ് എത്ര? 50,000. സ്റ്റോക്ക് അറ്റ് എൻഡ് 50,000 ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്ത് നോക്കാം. ഈ സൈഡ് 3 lakhും 3,000ഉം എത്രയായി? 3 lakh 3,000 ആയി. ഇവിടെ 1 lakh 2,40,000, 2,52, 53, 53 plus 50, 3,03,000. അപ്പൊ എന്തായി? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്താവുന്നുണ്ട്?
ടാലി ആവുന്നുണ്ട്. ടാലി ആവുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും അവിടെയുള്ള ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ ആയിരിക്കും നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിലുള്ള എല്ലാ ലോഡും ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇത് നോക്കിയാൽ മതി. മുകളിൽ പ്രിപ്പയർ ചെയ്ത ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ അതായത് ലോഡ് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുണ്ട് അല്ലെ, 3 lakhs. അപ്പൊ അതിന്റെ ലോഡ് ഇത് ഡെബിറ്റ് സൈഡ് ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ലോഡ് എവിടെ എഴുതേണ്ടി വരും? ക്രെഡിറ്റ് സൈഡ് എഴുതേണ്ടി വരും. ഓക്കെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ 3 lakh ആണ് എന്തുള്ളത്, എമൗണ്ട് ഉള്ളത്. അപ്പൊ 3 lakhന്റെ നമ്മള് കോസ്റ്റ് പ്ലസ് 25% എന്നാണ് പറഞ്ഞത്. അപ്പോ ടോട്ടല് നമ്മൾ കോസ്റ്റ് എത്ര ആയിട്ട് എടുക്കുക? ഇവിടെ 100 ആയിട്ട് എടുക്കുക. അപ്പൊ 25/125 ആണ് നമ്മളിവിടെ കാണേണ്ടി വരിക. 25% ആയതുകൊണ്ട് 100ലേക്ക് ഇത് ചെയ്യാം, 25 ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ എന്തായിട്ട് 25/125 ആയിട്ട് എടുക്കാം. 20 ആണെങ്കിൽ 20/120 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 3 lakh in 1/5 എന്ന് പറയുമ്പോൾ 60,000 ആണ് വരുന്നത്. അത് ഇവിടെ എഴുതി. ഓക്കെ, ഇനി അതേപോലെ ഇത് മാത്രമാണ് ഇവിടെ എന്തായിട്ടുള്ളത്, സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള അതായത് ലോഡുമായി ബന്ധപ്പെട്ടുള്ള ഐറ്റം ഉള്ളത്. 60,000 ഇവിടെ എഴുതി. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കാം. എന്തെല്ലാം ഉണ്ട്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ ഉണ്ട് അല്ലെ, 12,000. അപ്പൊ 12,000ന്റെ അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ എത്ര കാണാം? 1/5 ആണ്. 12,000ന്റെ 1/5. 12,000ന്റെ 1/5 എന്ന് പറയുമ്പോൾ 2,400. അതാണ് ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അതേപോലെ എന്തുണ്ട്? ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ട്. ഡിഫക്റ്റീവ് ഗുഡ്സിന്റെയും അതേപോലെ കാണാം. എത്ര? 1000 × 25/125 200 വരും. ഒന്നും കൂടിയുണ്ട്, എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ 50,000 അല്ലെ. 50,000ന്റെ അതേപോലെ വേണം 1/5, അതായത് 25/125 10,000 വരും. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. എത്രയാണ്? 60,000. ഇവിടെ 200, 10,200, പിന്നെ 12,600 വരും. 12,600 ബാലൻസ് 47,400 ആണ് ബാലൻസ് വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എന്തെല്ലാം ഉണ്ട് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്രെഡിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അത് ഏത് സൈഡ് എഴുതണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതണം. പിന്നെ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, അതായത് കിട്ടുന്ന ക്യാഷ് റിസീവ്ഡ് എത്ര? റിസീവ്ഡ് 1 lakh ഉണ്ട്. നമ്മൾ എഴുതുമ്പോൾ ഏതിൽ എഴുതണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ഇതിൽ എഴുതണം, കോസ്റ്റ് പ്രൈസിലാണ് എഴുതേണ്ടത്. പിന്നെ അതേപോലെ തന്നെ റിട്ടേൺ ഫ്രം ഡെപ്റ്റേഴ്സ്, റിട്ടേൺ ഫ്രം ഡെപ്റ്റേഴ്സ് ഇവിടെ എത്ര ഉണ്ട്? റിട്ടേൺ ഫ്രം ഡെപ്റ്റേഴ്സ് 3,000. പിന്നെ വേറെ ഒന്നുണ്ട്? എക്സ്പെൻസ് ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. ഡിസ്കൗണ്ട് അലൗഡ് ഇവിടെ നോക്കാം. ഡിസ്കൗണ്ട് അലൗഡ് 1000. അതും എന്ത് ചെയ്യാം? ഇപ്പർ സൈഡിന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഈ സൈഡ് 1,40,000 ഉണ്ട്. ഇവിടെ ഇതെഴുതി, ഇതെഴുതി, ഇതെഴുതി. ബാലൻസ് വരുന്നത് 84,000 റുപ്യ 1,40,000 മൈനസ് ചെയ്യണം. അപ്പൊ 56 ആണ് ഏതിൽ ബാലൻസ് വരാം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബാലൻസ് വരാം. പിന്നെ ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അപ്പൊ എക്സ്പെൻസ് ആയിട്ട് എന്തെല്ലാം ഉണ്ട് അതെല്ലാം എഴുതുന്നു ഇവിടെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് സാലറി ഉണ്ടായിരുന്നു 6,000. പിന്നെ റെന്റ് ആൻഡ് റേറ്റ് 1,500. സൺഡേ എക്സ്പെൻസ് 1000. പിന്നെ അതേപോലെ ഡിസ്കൗണ്ട് അലൗഡ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 1000. അപ്പൊ ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9,500 ആണ് കിട്ടാം. ഓക്കെ, അതായത് ഈ സൈഡ് 9,500 കിട്ടും. ഇപ്പുറത്ത് ബാലൻസ് ഒന്നും ഇല്ല. അപ്പൊ ബാലൻസ് എന്ന് പറഞ്ഞാൽ 9,500. പിന്നെ വരുന്നത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ വരുന്നത് നേരത്തെ ഫോർമാറ്റ് പോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് എഴുതാം. എത്ര?
47,400 ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്, അവിടെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പിന്നെ ഡിഫക്റ്റീവ് ഗുഡ്സിന്റെ കോസ്റ്റ് പോർഷൻ മാത്രം ഇതിൽ എഴുതാം. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസിന്റെ ബാലൻസ് ഉണ്ടല്ലോ മോളിൽ ഇപ്പൊ കിട്ടിയത് 9,500, അത് എഴുതാം. ഇനി എന്ത് ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 47,400 10,300 മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 37,100 ബാലൻസ് ആയിട്ട് കിട്ടാം. ഓക്കെ, എത്രയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച്. അപ്പൊ അതിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത്, ബ്രാഞ്ച് സ്റ്റോക്ക് എഴുതാം. ഓക്കെ, എത്ര ഉണ്ടായിരുന്നു, 3 ലാക്ക് ഉണ്ടായിരുന്നു. റിട്ടേൺ എഴുതാം 12,000, അത് നേരെ ഓപ്പോസിറ്റ് സൈഡ്. ബ്രാഞ്ച് സ്റ്റോക്ക് എവിടെ എഴുതണ്ടേ, ഗുഡ്സ് ആൻഡ് ടു ബ്രാഞ്ച് ക്രെഡിറ്റ് സൈഡും റിട്ടേൺ ഡെബിറ്റ് സൈഡും എഴുതാം. പിന്നെ അതേപോലെ തന്നെ ലോഡ്, ബ്രാഞ്ച് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡ് ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റിട്ടേൺഡ് ഇപ്പർ സൈഡും. അതായത് ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതിയത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എഴുതിയത്, അതിന്റെ ലോഡ് എഴുതുന്നത് ഇപ്പർ സൈഡ്. ഓക്കെ, എത്ര 60,000. അതേപോലെ റിട്ടേൺ എഴുതിയത് ഇവിടെയാണ്, റിട്ടേൺ എഴുതിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്താൽ ലോഡ് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കി കിട്ടുന്ന ബാലൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പർ സൈഡാണ് കൂടുതലുണ്ടാവും, 3,02,400. ഓക്കെ, മൈനസ് ചെയ്താൽ 2,30,30,400 വരും. ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.